ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ GGC വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് എടുത്ത കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസുകൾ എന്തൊക്കെയെന്നാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അവർക്ക് ഏതൊക്കെ മേഖലയിലോട്ടാണ് പോകാൻ പറ്റുക എന്നുള്ളത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കൊമേഴ്സ്, അതുപോലെ തന്നെ VHSC, ഹ്യൂമാനിറ്റീസ് പോലുള്ള സ്ട്രീമുകളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളിന്ന് സയൻസിൻ്റെ കാര്യമാണ് നോക്കുന്നത്. ഫസ്റ്റ്, ബാച്ചിലർ ഇൻ ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഇൻ എൻജിനീയറിംഗ്, ബി ടെക് പോലെയുള്ള കോഴ്സുകളിലേക്ക് സയൻസ് എടുത്തവർക്ക് പോകാവുന്നതാണ്. ബാച്ചിലർ ഓഫ് സയൻസ് BSc കോഴ്സുകളിലേക്ക്, അതായത് ഡിഗ്രി ലെവലിലുള്ള BSc കോഴ്സുകൾ. ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി MBBS പോലെയുള്ള. MBBSന് നീറ്റ്, നിങ്ങൾക്ക് +2 ശേഷം എൻട്രൻസ് എക്സാം, നീറ്റ് എന്നുള്ള എൻട്രൻസ് എക്സാം വഴിയാണ് MBBS പോലെയുള്ള ജോബിൽ കോഴ്സിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്നത്. എൻട്രൻസ് എക്സാം വഴിയാണ്. നാഷണൽ ഡിഫൻസ് സർവീസസ്, ഇന്ത്യൻ നേവി ഓർ ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസർ. ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ JEE പോലെയുള്ള എക്സാം വഴിയാണ്. മെർച്ചൻ്റ് നേവി. ബാച്ചിലർ ഓഫ് ഡെൻ്റൽ സർജറി BDS, BHMS, അതുപോലെ തന്നെ BVSc, അതെല്ലാം നീറ്റ് വഴിയാണ്. നീറ്റ് എന്നുള്ള എൻട്രൻസ് എക്സാം വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. ബാച്ചിലർ ഓഫ് ഡെൻ്റൽ സർജറി, ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതി മെഡിസിൻ ആൻഡ് സർജറി, ഫാർമസി കോഴ്സ് എന്ന് പറയുന്നത് കീം എക്സാം വഴിയാണ്. അതൊരു എൻട്രൻസ് എക്സാം തന്നെയാണ്. ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്, ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിന്, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി BPT, ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ സർജറി, ബാച്ചിലർ ഓഫ് സയൻസ് ആൻഡ് ഫുഡ് ടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, ജെനറ്റിക്സ്, മൈക്രോബയോളജി, ഫോറൻസിക് സയൻസസ്, ബയോടെക്നോളജി, ബാച്ചിലർ ഓഫ് നഴ്സിംഗ് BSc നഴ്സിംഗ്. ഇതെല്ലാം സയൻസ് എടുത്ത കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന സ്ട്രീമുകളാണ്. അതുകൂടാതെ തന്നെ സയൻസ് എടുത്തൊരു കുട്ടിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എടുക്കുന്ന ഒരു കുട്ടിക്ക് ഏത് മേഖലയിലേക്കും, അതായത് കൊമേഴ്സ് എടുത്തൊരു കുട്ടിയുടെയും ഹ്യൂമാനിറ്റീസ് എടുത്ത അവർക്ക് പോകാൻ പറ്റുന്ന ഏതൊരു ജോബ് മേഖലയിലേക്കും ഈ സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് പോകാൻ പറ്റുന്നതാണ്. അതാണ് സയൻസിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഏത് സ്ട്രീം എടുക്കാനോ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറെ മേഖലയാണ് ITI, അതുപോലെ തന്നെ പോളിടെക്നിക് പോലെയുള്ള കോഴ്സുകൾ. ആ കോഴ്സുകളിലേക്കും സയൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ് പോലെയുള്ള മേഖല കഴിഞ്ഞവർക്ക് പോകാൻ പറ്റുന്നൊരു മേഖലയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഏത് സ്ട്രീം എടുക്കണമെന്ന് കൺഫ്യൂസ് അടിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്.